ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC, LDC, LGS തുടങ്ങിയ എല്ലാവിധമായിട്ടുള്ള പരീക്ഷകൾക്കും ജോഗ്രഫിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള ഹിമാലയൻ നദികളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. ഹിമാലയൻ നദികളുടെ സവിശേഷതകൾ നോക്കാം. അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ, ഉയർന്ന ജലസേചന ശേഷി, സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത, പർവ്വത പ്രദേശങ്ങളിൽ ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു. ആദ്യമായിട്ട് ഗംഗാ നദിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്ററാണ്. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗാഗ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ്. അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് അളകാപുരിയിലാണ്. ഭഗീരഥി അളകനന്ദയുമായിട്ട് ചേരുന്നത് ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചാണ്. ഭഗീരഥി, അളകനന്ദ നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു. ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡുമാണ്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്, 1450 കിലോമീറ്റർ ഉണ്ട്. ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് യമുന, കോസി, ദാമോദർ, സോൺ, കാത്ര, ഗോമതി, ഗണ്ഡക്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം അലഹാബാദാണ്, ഉത്തർപ്രദേശിലെ അലഹാബാദ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുള്ള ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബത്വ. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ അലഹാബാദിലാണ്. കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട പോഷക നദി രാംഗംഗ. ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാർ. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ്. ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടന്നത്? ഫറാക്ക. ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായിട്ട് ഒത്തുചേരുന്നത്? ചാന്ദ്പൂർ. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും അതായത് ജമുനയും ഗംഗയും പത്മയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ നദി അറിയപ്പെടുന്നത് മേഘ്ന എന്നാണ്. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജനുവരി 14. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നമാമി ഗംഗ, വർഷം 2014. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാഷണൽ വാട്ടർവേസ് 1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദി ഗംഗയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻസ് ഡെൽറ്റ, അതേപോലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയും. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റയാണ്. ചതുപ്പ് നിലങ്ങളിൽ തഴച്ചു വളരുന്ന സുന്ദരി മരത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. സുന്ദർബൻസിന് ആ പേര് ലഭിച്ചത് ഇവിടെ സംരക്ഷിക്കുന്ന റോയൽ ബംഗാൾ കടുവകളെയാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോൺ, കെൻ, ബെത്വയും.
ഇന്ത്യൻ ഉപദ്വീപിൻ്റെ വടക്ക് ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി സോണാണ്. ഗംഗയുടെ പ്രധാനപ്പെട്ട കൈവഴി ഹൂഗ്ലി. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു നഗരം കൊൽക്കത്ത. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ദാമോദർ. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി, മാൾവാ ഗംഗ ബത്വ ആണ്. വൃദ്ധ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയുമാണ്. അതേപോലെ തന്നെ അർദ്ധഗംഗ കൃഷ്ണ, പാതാളഗംഗ കൃഷ്ണ, തെലുങ്കു ഗംഗ എന്നും അറിയപ്പെടുന്നത് കൃഷ്ണ നദിയെയാണ്. ഗംഗാ നദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ നോക്കാം. ഹരിദ്വാർ, വാരണാസി, ഹാജിപ്പൂർ, അലഹാബാദ്, കാൺപൂർ, ഋഷികേശ്, പാറ്റ്ന ഇവയൊക്കെയാണ് ഗംഗാ നദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. അടുത്തതായിട്ട് യമുന നദിയെക്കുറിച്ച് നോക്കാം. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. പുരാതന കാലത്ത് കാളിന്തി നദി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് യമുന. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദി യമുന. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയാണ്. യമുന നദിയുടെ നീളം 1376 കിലോമീറ്റർ. യമുന നദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. യമുന നദിയുടെ പോഷക നദികൾ ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ്, ഹിൻഡോൺ എന്നിവയൊക്കെയാണ്. യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ടോൺസ്. യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ. അടുത്തതായിട്ട് കോസി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദിയാണ് കോസി. ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെട്ട നദിയാണ് കോസി. അടുത്ത നദിയായിട്ട് സരസ്വതി. മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായെന്ന് കരുതുന്നതുമായിട്ടുള്ള നദിയാണ് സരസ്വതി. വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് സരസ്വതി. അടുത്തതായിട്ട് ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ദാമോദർ. ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ടാണ് തില്ലയ്യ അണക്കെട്ട്. അടുത്തതായിട്ട് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവറിലെ ചെമയുങ് ദുങ് ഹിമാനിയാണ്. ഇത് ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്ര നദിയുടെ നീളം 2900 കിലോമീറ്റർ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 916 കിലോമീറ്ററാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയ നദിയാണ് ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്നു. ആസമിൻ്റെ ദുഃഖം എന്നും അറിയപ്പെടുന്നു. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ആസമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര എന്ന വാക്കിന് അർത്ഥം ബ്രഹ്മാവിൻ്റെ പുത്രൻ. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയത്വമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചൈന, ടിബറ്റും, ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവയൊക്കെയാണ്. മലിനീകരണം ഏറ്റവും കുറഞ്ഞ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ആസാമിലെ മാജുലി ദ്വീപാണ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയത്വമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ആസാമിലെ മാജുലി.
മാജുലി ദ്വീപ് ബ്രഹ്മപുത്രയിലാണ്. ബ്രഹ്മപുത്രയിലെ പോഷക നദികളാണ് ലോഹിത്, സുബൻസിരി, ദിബാങ്, ധനുശ്രീ, ഖമോങ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരി. ഭൂട്ടാനും ഇന്ത്യക്കുമിടയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദി മനാസ്. ഏറ്റവും വേഗതയിലൊഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ടീസ്റ്റ. സിക്കിമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റയാണ്. ബ്രഹ്മപുത്ര നദി ഏത് പ്രദേശത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? അരുണാചൽ പ്രദേശിലെ സാദിയ. നാഷണൽ വാട്ടർവേ 2 സാദിയ ദുബ്രി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദീതീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ദിബ്രുഗഡ്, ഗുവാഹത്തി എന്നിവയൊക്കെയാണ്. ബ്രഹ്മപുത്ര പലയിടങ്ങളിലായിട്ട് അറിയപ്പെടുന്ന പേരുകൾ നോക്കാം. ടിബറ്റിൽ സാങ്പോ, അരുണാചൽ പ്രദേശിൽ ദിഹാങ്, ആസമിൽ ദിബാങ്ങും കാമരൂപ എന്നൊക്കെ അറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ജമുന എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജാണ് ബോഗിബിൽ പാലം. 4940 മീറ്റർ നീളമുണ്ട്. ബോഗിബിൽ പാലം സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. ദിബ്രുഗഡിനെയും അപ്പർ ആസമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ബോഗിബിൽ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിയ പാലം. അതിൻ്റെ നീളം 915 കിലോമീറ്ററാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദിയായിട്ടുള്ള ലോഹിത് നദിക്ക് കുറുകെയാണ് പണിഞ്ഞിരിക്കുന്നത്. ധോള സാദിയ പാലം എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരിക പാലത്തെയാണ്. അടുത്തതായിട്ട് സിന്ധു നദി. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവറിലെ ബോഗാർച്ചു ഗ്ലേസിയറിൽ വെച്ചാണ്. സിന്ധു നദിയുടെ നീളം 2880 കിലോമീറ്റർ. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ. കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിൻ്റെ 2019 റിപ്പോർട്ട് പ്രകാരം 1114 കിലോമീറ്ററാണ് ഉള്ളത്. പാകിസ്ഥാൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന നദി, ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറോട്ടുള്ള നദി, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി, ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി, മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്നിവ എല്ലാം ചോദിച്ചാൽ ഉത്തരം സിന്ധു ആണ്. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു സിന്ധു. ഏതൊക്കെ പർവ്വത നിരകൾക്കിടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്? ലഡാക്കും സസ്കറും. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് സത്ലജ്, രവി, ബിയാസ്, ഝലം, ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികൾ സിന്ധു, സരസ്വതി, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ചില്ലാർ. 5 നദികളുടെ, അതായത് പഞ്ചനദിയുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം പഞ്ചാബാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് സിന്ധുവിൻ്റെ പോഷക നദികളായിട്ടുള്ള ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധുവുമായിട്ട് കൂടിച്ചേരുന്നത്? മിതാൻകോട്ട്, പാകിസ്ഥാനിൽ വെച്ചാണ്. സിന്ധു നദീജല തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാനിലെ അയൂബ് ഖാനും തമ്മിലാണ്. 1960 സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള നദികൾ ബിയാസ്, രവി, സത്ലജ്. 1960 സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലുള്ള നദികൾ സിന്ധു, ചിനാബ്, ഝലം. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ്.
ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഡാമാണ് കശ്മീരിലെ ബെഗ്ലിഹാർ ഡാം. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപത്തായിട്ടാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമായിട്ടുള്ള ടർബല ഡാം സ്ഥിതി ചെയ്യുന്ന നദി സിന്ധു. സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി. മെഗസ്തനീസിൻ്റെ ഇന്ത്യക്കയിൽ ആ പേര് നൽകുവാൻ പ്രചോദനമായിട്ടുള്ള നദി ഇൻഡസ്, അതായത് സിന്ധു ആണ്. സിന്ധുവിൻ്റെ പോഷക നദികളാണ് ചലം. ചലം നദിയുടെ ഉത്ഭവസ്ഥാനം വെരിനാഗ് ഗ്ലേസിയറാണ്. കശ്മീരിലെ വെരിനാഗ് ഗ്ലേസിയർ. പ്രാചീന കാലത്ത് ചലം നദി എന്നറിയപ്പെട്ടിരുന്നത് വിദാസ്തയാണ്. ചലം നദീതീരത്തെ സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണം ശ്രീനഗർ. കശ്മീരിലെ വൂളാർ തടാകത്തിൽ പതിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി ചലം. ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചലം നദിയിലാണ്, ജമ്മു കാശ്മീരിൽ. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചലം നദിയിലാണ്. ചലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ. ചലം നദീതീരത്ത് പ്രസിദ്ധമായിട്ടുള്ള ഹൈഡസ്പസ് യുദ്ധം നടന്നത് BC 326 ചലം നദി ചിനാബ് നദിയുമായിട്ട് കൂടിച്ചേരുന്ന പ്രദേശം ട്രിമ്മു. അടുത്തതായിട്ട് ചിനാബ്. ചിനാബ് നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ബാരാലാച്ച ചുരമാണ്. പ്രാചീന കാലത്ത് ചിനാബ് നദി അറിയപ്പെട്ടിരുന്ന പേര് അസ്കിനി. സിന്ധുവിലെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ചിനാബ് നദിയുടെ പ്രധാന പോഷക നദികളാണ് ചന്ദ്ര, ബാഘ. ചിനാബ് നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ദുൽഹസ്തി, ബെഗ്ലിഹാർ, സലാൽ. അടുത്തതായിട്ട് രവി നദി. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. രവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പട്ടണം ലാഹോർ. രവി നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരുകൾ പരുഷ്ണി, ഐരാവതി എന്നാണ്. പഞ്ചാബിലെ ഏറ്റവും വലിയ നദിയാണ് രവി. നൂർജഹാൻ്റെയും ഷാർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി. രവി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് തെയിൻ ഡാം അഥവാ രഞ്ജിത്ത് സാഗർ ഡാം. അടുത്തതായിട്ട് ബിയാസ്. ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ റോക്താങ് ചുരമാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് ഹിമാചൽ പ്രദേശിലാണ്. മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്ന് ഇപ്പോൾ വിളിക്കുന്നു. പ്രാചീന കാലത്ത് ബിയാസ് നദി അറിയപ്പെട്ടിരുന്ന പേര് വിപാസ. വേദങ്ങളിൽ ബിയാസ് അറിയപ്പെട്ടിരുന്ന പേര് അർജികുജ എന്നാണ്. അടുത്തതായിട്ട് സത്ലജ്. സത്ലജ് നദി ഉത്ഭവിക്കുന്നത് രക്ഷസൽ തടാകത്താണ്. ടിബറ്റിലെ രക്ഷസൽ തടാകം. ഇന്ത്യയിലെ സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി സത്ലജ്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് ഫക്രാനങ്കൽ അണക്കെട്ട്. ഫക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെട്ടിരുന്ന പേര് ഗോവിന്ദ് സാഗർ എന്നാണ്. പ്രാചീന കാലത്തെ സത്ലജ് നദിയുടെ നാമം ശതദ്രു എന്നാണ്. സത്ലജ് നദി പതിക്കുന്നത് ചിനാബ് നദിയിലാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഹിമാലയ നദികൾ എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലുള്ള PSC റിലേറ്റഡ് ടോപ്പിക് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.